പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ കേരള സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കും. ചൊവ്വാഴ്ച സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുക. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ കേരള സർവകലാശാലയിലേക്ക് എത്താൻ പോകുന്നത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഗവർണർ സർവകലാശാലയിലേക്ക് വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അത് വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഭാഗത്തു നിന്നായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുന്നത്. ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഗവർണർ സർവകലാശാലയിൽ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പരിപാടി ആലോചിച്ച ഘട്ടം മുതൽ തന്നെ ഈ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്, അതൃപ്തി ഉയർന്നിട്ടുണ്ട്. കാരണം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ഒരു ആലോചനാ യോഗം VC വിളിച്ചു ചേർത്തിരുന്നു. ഈ ആലോചനാ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ല. ഈ യോഗം ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അതൃപ്തി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ എത്തുന്നു. നേരത്തെ സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്നതായിരുന്നു SFIയുടെ നിലപാട്. ആ പ്രതിഷേധങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണർ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാർത്താ സമ്മേളനം ഈ VC മോഹനൻ കുന്നുമ്മൽ നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ കേരള സർവകലാശാല VC ആയി മോഹനൻ കുന്നുമ്മലിന് തുടരാനും ഒപ്പം ആരോഗ്യ സർവകലാശാല VC ആയി പുനർനിയമനം നൽകിയ നടപടിയും ഏറെ വിവാദമായിരുന്നു. കേരള സർവകലാശാലയിൽ മോഹൻ കുന്നുമ്മലിന്റെ നിയമനം സംസ്ഥാന സർക്കാരിന് വളരെ അതൃപ്തി ഉണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും കേരള സർവകലാശാലയിൽ ഗവർണർ എത്തുന്നത്. ഉന്മേഷം, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.